ഫെലനോസിസിൻ്റെ ഒരു സെയിൽ വീഡിയോയുമായിട്ടാണ് ഈ സമയത്ത് ഞാൻ വന്നേക്കുന്നത് കേട്ടോ. ഇതിലൊരു പൂവുണ്ടായാൽ അധികം കാലം നിൽക്കും കേട്ടോ. പെട്ടെന്നത് നശിച്ചു പോകത്തില്ല. കുറഞ്ഞത് 6 മാസമെങ്കിലും നിൽക്കും. പിന്നെ വെള്ളം അധികം പൂക്കളിലേക്ക് വീണാൽ മാത്രമേ പെട്ടെന്നത് എന്തെങ്കിലും കേടുവന്ന് പോകാറുള്ളൂ. അല്ലെങ്കിൽ ആ പൂവ് നല്ലതായിട്ട് തന്നെ എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതാണ് ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത. ഈ പ്ലാന്റ് നടുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അല്പം ഒന്ന് ചായച്ച് ഒന്ന് നട്ടു കൊടുത്താൽ മതി. അതിൻ്റെ നടുവശത്തോട്ട് വെള്ളം വീഴുമ്പോൾ അതവിടെ കെട്ടി നിൽക്കാൻ പാടുള്ളതല്ല. അത്രയേ ഉള്ളൂ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ വെള്ളം 1.5 ദിവസങ്ങളിൽ കൊടുത്താൽ മതി. ചെറുതായിട്ട് ഈർപ്പം അതിൽ നിൽക്കണമെന്നേ ഉള്ളൂ. അസഹ്യമായി വെള്ളം ഒഴിച്ചൊന്നും അതിനെ ശല്യപ്പെടുത്തേണ്ട കാര്യം ഒന്നുമില്ല. പിന്നെ പൂക്കളയിലധികം വെള്ളം വീഴാതെ നോക്കണം പൂക്കളുണ്ടായി കഴിയുമ്പോൾ. ഇതൊക്കെയാണ് ഈ പ്ലാന്റിനെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ ഞാൻ ഈ പ്ലാന്റ് വളർത്തിയിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന പ്ലാന്റുകളാണ്. ഒത്തിരി വെറൈറ്റി കളറുകളുണ്ട്. കുറച്ച് കളറ് എൻ്റെ കയ്യിൽ സെയിലിനുണ്ട്. ആവശ്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്താൽ പ്ലാന്റ് നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. ഓർക്കിഡ് ഇനത്തിൽ വളരെ ഭംഗിയുള്ളൊരു പ്ലാന്റാണ് ഈ ഫെലനോസിസ് എന്ന് പറയുന്ന പ്ലാന്റ്. വളരെ ഹെൽത്തിയും നല്ല കരുത്തുള്ള പ്ലാന്റാണ് ഇപ്രാവശ്യം സെയിലിന് വന്നിരിക്കുന്നത്. അതിൽ വലിയ പ്ലാന്റും ഉണ്ട്, ചെറിയ പ്ലാന്റും ഉണ്ട്. ഇഷ്ടമുള്ള പ്ലാന്റ് ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയയ്ക്കുക. അപ്പോഴേ ഈ പ്ലാന്റേ ഉള്ളൂ ഇന്ന് സെയിലിന്. അടുത്ത ദിവസം വേറെ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം.